മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, കടൽ കടന്ന കനൽ വഴികൾ പാഠപമ്പൊരുളും വർത്തമാന പുസ്തകം ഒരു ചരിത്ര വിചാരം നമ്മുടെ പഠന പരമ്പര മുന്നോട്ട് പോകുന്നു. ഇന്ന് 72-ാം പാദം, അതിലെ 4-ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ എടുക്കുക. 436 മുതൽ 444 വരെയുള്ള പേജുകളിലാണ് നമ്മൾ പഠനവിധേയമാക്കുന്ന ഭാഗമുള്ളത് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഒരു നിമിഷം പ്രാർത്ഥനാപൂർവ്വമായിരിക്കാം. സ്നേഹതിയ ഈശോയെ, ഞങ്ങളെല്ലാവരും അങ്ങേ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കനിവായിരിക്കണമേ, ഞങ്ങളെ പ്രത്യേകമായി സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ഓരോ ദിവസത്തെ പ്രാർത്ഥനയും പഠനവും ഏറ്റവും മനോഹരമായി മുന്നോട്ട് പോകുക ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. മാറിയോസേപ്പെ, ഞങ്ങളെ പ്രത്യേകമായ വിധം ഈ ക്ലാസ്സിലേക്ക് ചേർത്ത് നിർത്തുന്ന അതിൻ്റെ അനുതമായ മാധ്യസ്ഥത്തിന് ഞങ്ങൾ നന്ദി പറയുകയും ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. മലങ്കര സഭയുടെ ചരിത്രത്തിലെ ഇതിഹാസ തുല്യമായ യാത്രാവിവരണ ഗ്രന്ഥമാണല്ലോ പാറയമക്കൽ തോമാ കത്തനാരുടെ വർത്തമാന പുസ്തകം. ഇതിലെ 72-ാം പാദം ദീർഘവും ആശയസമ്പന്നവുമാണ്. അതിനാൽ ഈ പാദത്തെ 5 ക്ലാസ്സുകളായിട്ടാണ് നാം വിശകലനം ചെയ്യുന്നത് എന്ന് നാം കണ്ടിരുന്നു. അതിലെ അതീവ പ്രാധാന്യമുള്ള 4-ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ കാണുക. വിദേശ മെത്രാന്മാരുടെ ആധിപത്യത്തിനെതിരെയും സ്വജാതി മെത്രാന്മാരുടെ ആവശ്യകതയെക്കുറിച്ചും കത്തനാർ നടത്തുന്ന ശക്തമായ വാദങ്ങളാണ് ഈ ഭാഗത്തിൻ്റെ കാതല്. പതിവുപോലെ 5 ആശയങ്ങളായിട്ടാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ക്രമീകരിച്ചിരിക്കുക. സഭാഭരണത്തിലെ സ്വജാതി മെത്രാന്മാരുടെ പ്രാധാന്യം. ഇസ്രായേൽ മക്കളെ മിസ്രയനിൽ നിന്നും രക്ഷിക്കാൻ ദൈവം നിയോഗിച്ചത് അവരുടെ ജാതിയിൽപ്പെട്ട മോശയെ തന്നെയായിരുന്നു എന്നു കത്തനാർ ചൂണ്ടിക്കാട്ടുന്നു. മിശിഹ തൻ്റെ സുവിശേഷം അറിയിക്കാൻ ശ്ലീഹന്മാരെ തിരഞ്ഞെടുത്തതും അക്കാലത്തെ പ്രധാന ജാതിയായ യഹൂദരിൽ നിന്നായിരുന്നു. സുവിശേഷം സ്വീകരിക്കുന്ന നാട്ടിലെ ജനങ്ങളിൽ നിന്ന് തന്നെ യോഗ്യരായവരെ സഭാഭരണം ഏൽപ്പിക്കുക എന്നത് ശ്ലീഹന്മാർ കാണിച്ചു വന്ന മാതൃകയും സഭയുടെ പാരമ്പര്യവും അതാണ്. യൂറോപ്പിലും ഏഷ്യയിലും നിലനിൽക്കുന്ന ഈ നിയമം മലങ്കരയിൽ മാത്രം ലംഘിക്കപ്പെടുന്നത് നീതീകരിക്കാനാവില്ലെന്ന് അദ്ദേഹം വാദിക്കുകയാണ്. 2-ാമത്തെ ആശയം ഇതാണ്: വിദേശ ആധിപത്യത്തോടുള്ള മലങ്കരക്കാരുടെ വിയോജിപ്പ്. മലങ്കര നസ്രാണികൾ സ്വജാതി മെത്രാന്മാരെ അംഗീകരിക്കില്ല എന്നത് വെറും നുണയാണെന്ന് കത്തനാർ സ്ഥാപിക്കുന്നു. പുത്തൻകൂറ്റുകാർ, യാക്കോബായ വിഭാഗം സത്യവിശ്വാസത്തോട് എതിർപ്പുള്ളതുകൊണ്ടല്ല മാറി നിൽക്കുന്നത്, മറിച്ച് വിദേശികളായ പറങ്കികൾ വന്ന് തങ്ങളുടെ പുരാതനമായ ആചാര്യമര്യാദകളെയും ആരാധനാക്രമങ്ങളെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ്. അന്യനിറത്തിലും ക്രമത്തിലും വരുന്നവരോടുള്ള പ്രതിഷേധമാണ് അവരുടെ വിട്ടുനിൽക്കൽ. നസ്രാണികളുടെ പൂർവികർ തങ്ങളുടെ സ്വജാതിക്കാരനായിരുന്ന അലക്സാന്ദ്രോസ് മെത്രാനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്നും അദ്ദേഹം വിലയിരുത്തുകയാണ് ഈ പ്രധാനപ്പെട്ട ആശയത്തിലൂടെ. അതൊക്കെ വളരെ വ്യക്തമായി നമ്മൾ ഈ ക്ലാസ്സിലൂടെ നമ്മൾ കാണുകയാണ്. പാഠപുസ്തകം ഒന്ന് വായിച്ചു പോകണമെന്ന കാര്യം സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. പിന്നെ 3-ാമത്തെ ആശയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. സാമ്പത്തിക പരാധീനത എന്ന വ്യാജവാദം. സ്വജാതി മെത്രാന്മാരുണ്ടായാൽ അവരെ പോറ്റാൻ മലങ്കരക്കാർക്ക് കഴിയില്ലെന്ന വിദേശികളുടെ പരിഹാസത്തിന് കത്തനാർ ശക്തമായ മറുപടി നൽകുന്നു. നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സിലും ശ്രദ്ധിച്ചതാണ്. അവർ പൈസ ഒക്കെ ഓഫർ ചെയ്യുമ്പോഴും വേണ്ട എന്ന് പറയുന്ന ഒരു ശൈലി, അത് നമ്മുടെ സഭയുടെ വലിയ പാരമ്പര്യമാണ്. തൻ്റെ ഇടത്തോടെ സഭയുടെ വില കളയാതിരിക്കാൻ വേണ്ടി തോമാ കത്തനാർ ചെയ്ത കാര്യമൊക്കെ മുൻ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അതുപോലെ തന്നെ റോമിൽ നിന്നും കിട്ടുന്ന 2 കുപ്പി വീഞ്ഞും 3 നാഴി ഗോതമ്പും കൊണ്ടല്ല മലങ്കര സഭ നിലനിൽക്കുന്നത് എന്ന് തോമാ കത്തനാർ വളരെ മനോഹരമായി അവരുടെ മുമ്പിൽ സമർത്ഥിക്കുന്നു. വിദേശികൾ വരുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന മെത്രാന്മാരെയും റമ്പാന്മാരെയും വിശ്വാസികൾ രാജകീയ പ്രതാപത്തോടെയാണ് സംരക്ഷിച്ചിരുന്നതെന്ന് വളരെ വ്യക്തമായി തോമാ കത്തനാർ അവരെ ബോധ്യപ്പെടുത്തുകയാണ്. സഭാനായകരെ സംരക്ഷിക്കേണ്ടത് ദൈവകൽപ്പനയാണെന്ന് അറിയാവുന്നവരാണ് നസ്രാണികളെന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നു. സ്വന്തം പ്രയത്നം കൊണ്ട് ഉപജീവനം കഴിക്കുന്ന ഇവിടുത്തെ ജനങ്ങൾ ആത്മീയ പിതാക്കന്മാരെ സംരക്ഷിക്കാൻ ഒരു കുറവും വരുത്തില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നു. മലങ്കര സഭക്കാർക്ക് സാമ്പത്തിക പരാധീനതയുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചത്. അതുപോലെ തന്നെ 4-ാമത്തെ ആശയം ഇതാണ്: മലങ്കര സഭയുടെ പൗരാണികതയും ചരിത്രരേഖകളും. വിദേശികൾ വരുന്നതിന് മുമ്പ് ഇവിടെ സത്യവിശ്വാസമോ ക്രിസ്ത്യാനികളോ ഉണ്ടായിരുന്നില്ലെന്ന വാദത്തെ ചരിത്രരേഖകൾ നിരത്തി അദ്ദേഹം ഖണ്ഡിക്കുന്നു. പറങ്കികൾ ഇന്ത്യയിലെത്തുന്നതിനും എത്രയോ മുമ്പ് പണി കഴിയപ്പെട്ട ഭീമാകാരമായ പള്ളികൾ ഇതിനു സാക്ഷികളാണ്. പറങ്കി ചരിത്രകാരനായ യോഹന്നാൻ ദെ പെരേരയുടെയും
അസമ്മാൻ്റെയും ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് കൽദായ പാർത്യാഗീസിൻ്റെ കീഴിൽ ഇവിടെ മെത്രാന്മാരും ഭരണസംവിധാനവും നിലനിന്നിരുന്നു എന്ന് അദ്ദേഹം തെളിയിക്കുന്നു. വിദേശികൾ വരുന്നതിന് മുമ്പ് നസ്രാണികൾ വലിയ ഐക്യത്തിലും സ്നേഹത്തിലും കഴിഞ്ഞിരുന്നുവെന്നും അദ്ദേഹം വളരെ വ്യക്തമാക്കുകയാണ്. അഞ്ചാമത്തെ ആശയം ഇതാണ്: വിദേശികളുടെ രാഷ്ട്രീയ ഇടപെടലുകളും സഭയിലെ ഭിന്നതയും. വിദേശികൾ വന്നതിനു ശേഷം സഭയിൽ ഐക്യം നഷ്ടപ്പെടുകയും വലിയ കലഹങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. സിലോണിലും ചൈനയിലും വിദേശികൾ കാണിച്ച ജാത്യ ഗുണം, അതായത് അധികാരമോഹം, കത്തനാർ വിവരിക്കുന്നു. സീലോണിലെ രാജാവിനെതിരെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് അവിടുത്തെ ക്രൈസ്തവർ പുറത്താക്കപ്പെട്ടത്. ചൈനയിലും സമാനമായ കുഴപ്പങ്ങൾ അവർ ഉണ്ടാക്കി. കേരളത്തിലെ പാതിരിമാർ ചെയ്യുന്ന തെറ്റുകൾക്ക് പിഴയൊടുക്കേണ്ടി വന്നത് പാവപ്പെട്ട പള്ളിക്കാരാണെന്ന വസ്തുത അദ്ദേഹം തുറന്നു കാട്ടുന്നു. വിശ്വാസികളെ മുണ്ടുകാരെന്നും വേദക്കാരെന്നും കുപ്പായക്കാരെന്നും വിളിച്ച് വിദേശികൾ ഭിന്നിപ്പിച്ച് ഭരിക്കുകയാണ് എന്ന് അദ്ദേഹം ആക്ഷേപിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മൾ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. നമുക്കിനിയും ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. ഇസ്രായേൽ മക്കളെ രക്ഷിക്കാൻ ദൈവം ആരെയാണ് നിയോഗിച്ചത്? അവരുടെ ജാതിയിൽപ്പെട്ട മോശയെ. സഭാഭരണം ഓരോ ദേശത്തെയും പട്ടക്കാരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മെത്രാന്മാരെ ഏൽപ്പിക്കണമെന്ന് നിശ്ചയിച്ചത് ആര്? സാർവത്രിക സൂനകദോസുകൾ. പുത്തൻകൂറ്റുകാർ വിദേശ പാതിരിമാർക്ക് കീഴടങ്ങാത്തതിൻ്റെ പ്രധാന കാരണം എന്താണ്? അന്യനിർത്തലും ക്രമത്തിലും വന്ന് തങ്ങളുടെ ആചാര്യമര്യാദകളെയും ആരാധനക്രമങ്ങളെയും നശിപ്പിക്കാൻ ശ്രമിച്ചതുകൊണ്ട്. കത്തനാരുടെ വിവരണത്തിൽ പരാമർശിക്കപ്പെടുന്ന മലങ്കരക്കാരനായ മെത്രാൻ ആര്? അലക്സാന്ദ്രോസ് മെത്രാൻ. റോമിൽ നിന്നും പള്ളികൾക്ക് ലഭിക്കുന്ന സഹായമായി പാതിരി അവകാശപ്പെടുന്നത് എന്തെല്ലാമാണ്? 2 കുപ്പി വീഞ്ഞും 3 നാഴി ഗോതമ്പും. വിദേശികൾ വരുന്നതിന് മുമ്പ് മലങ്കരയിലെ സഭാനായകരെ സംരക്ഷിച്ചിരുന്നത് എങ്ങനെയായിരുന്നു? മലങ്കരയിലുള്ള വിശ്വാസികളുടെ ദാനം കൊണ്ടും വളരെ അന്തസ്സിലും പ്രതാപത്തിലുമാണ് കഴിഞ്ഞിരുന്നത്. മലങ്കര സഭയുടെ പൗരാണികതയെക്കുറിച്ച് പരാമർശിക്കുന്ന പറങ്കി ചരിത്രകാരൻ ആര്? യോഹന്നാൻ ദെ പെരേരോ. സീലോണിൽ ക്രിസ്ത്യാനികൾക്ക് നിരോധനം വരാൻ കാരണം എന്താണ്? വിദേശികൾ ക്രിസ്ത്യാനികളെ സംഘടിപ്പിച്ച് രാജാവിനെതിരെ കലഹമുണ്ടാക്കിയതിനാൽ. ക്ലമീസ പാതിരി ചെയ്ത തെറ്റിന് പിഴയൊടുക്കേണ്ടി വന്ന പള്ളി ഏത്? മലയാറ്റൂർ പള്ളി. സാലസ് പാതിരി അന്യായമായി മർദ്ദിച്ച യോഗക്കാരൻ ആരായിരുന്നു? കൂനൻ വർക്കി. വിദേശികൾ മലങ്കര നസ്രാണികളെ എങ്ങനെയെല്ലാമാണ് തരം തിരിച്ചത്? മുണ്ടുകാരെന്നും വേദക്കാരെന്നും കുപ്പായക്കാരെന്നും വിളിച്ച് ഭിന്നിപ്പിച്ചു.